സിനിപോളിസിലുള്ള സ്ക്രീൻ 3 4K ലേസറാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം ഒരു സിനിമ കാണാൻ വേണ്ടി എത്തിയതാണ്. ബേബി ഗേൾ എന്നുള്ള സിനിമയാണ്. ക്രെഡിന്റെ വൗച്ചർ ഉള്ളതുകൊണ്ട് 100 രൂപ ഡിസ്കൗണ്ട് കിട്ടി. 130 രൂപയ്ക്കാണ് ഈ സിനിമ കണ്ടത്. സ്ക്രീൻ 3 4K ലേസർ ആണെന്നുണ്ടെങ്കിലും 7.1 ആണ് അവിടുത്തെ സൗണ്ട് വളരെ മോശമായിരുന്നു. പിന്നെ ആ കാണുന്ന 2 ലൈറ്റ്സ് കണ്ടോ, അത് പടം തുടങ്ങിയാലും ഓഫ് ചെയ്യില്ലായിരുന്നു. അത് മാത്രമല്ല ഇവിടുത്തെ സീറ്റൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു കൈ വെക്കുന്നിടത്ത് ഇങ്ങനെയും മറ്റേ കൈ വെക്കുന്നിടത്ത് അവിടെ നോർമലാണ്, പ്രോപ്പർ ആയിട്ടുണ്ട്. അതൊക്കെയാണ് അവസ്ഥ. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടും ഒരു ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. 2 വലിയ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇത് മൊത്തത്തിൽ ആസ്വാദനത്തേക്ക് ബാധിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ലൈറ്റ് ഓഫ് ആയി. മാജിക് ഫ്രെയിംസ് എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ 4K ലേസറിന്റെ ഒരു ഗുണം മനസ്സിലായി. സത്യത്തിൽ കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നാണ് ഈ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയെ പറയേണ്ടത്. സോമൻ, സുകുമാരൻ അവരുടെയൊക്കെ സിനിമ ഇറങ്ങുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നെങ്കിൽ അന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് എന്ന് വിളിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ബോബി സഞ്ജയ് അവരുടെ അച്ഛനുണ്ടല്ലോ പ്രേം പ്രകാശ്, പുള്ളിയുടെ ആ ഒരു വിന്റേജ് സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്നെല്ലാം കിട്ടിയതായിരിക്കണം. അപ്പം അതിനകത്ത് CCTV തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിന്റെ. അപ്പോൾ അതൊക്കെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേബി ഗേൾ റെഡി. ഇതിന്റെ പ്ലോട്ട് വളരെ സിമ്പിളാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 3 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ കാണാതാവുന്നു. അപ്പൊ അതിന്റെ പോലീസ് അന്വേഷണം, പോലീസ് മാത്രമല്ല നമ്മുടെ നായകൻ നിവിൻ പോളി അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കഥയായിട്ട് വരുന്നത്. ആക്ച്വലി ഇതൊരു നമ്മളിതിന്റെ ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ പടത്തിന്റെ ജോൺർ ത്രില്ലർ എന്നുള്ള രീതിയിൽ കാണാം. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ 2 മണിക്കൂർ 6 മിനിറ്റ് ഉണ്ട്. ഈ 6 മിനിറ്റിൽ എവിടെയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ്സ് ഒന്നുമില്ലാത്ത, ഇൻഫാക്ട് കുറെ സീനുകളൊക്കെ കാണുമ്പോൾ ഉറക്കം വന്നത് പോലുള്ള അങ്ങനെയുള്ളൊരു ത്രില്ലറായിട്ടാണ് ബേബി ഗേൾ എന്നുള്ള സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം തുടങ്ങി ഉടനെ തന്നെ ഈ കുട്ടിയെ കാണാതാവുന്ന സീൻസ് കാര്യങ്ങൾ, കാരണം ഞാൻ അനാവശ്യമായിട്ടുള്ള വേറെ സീക്വൻസോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്താനോ അങ്ങനെ ഒന്നും ഒരു ചെയ്യുന്നില്ല. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടിയെ കാണാതാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന സീൻ ഉണ്ടല്ലോ, ആ സീൻ കാണുമ്പോൾ തന്നെ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ തോന്നുന്ന ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെയാണ് സ്ക്രീനിൽ വരുന്നത്. അതായത് തീരെ കൺവിൻസിങ് ആവുന്നില്ല. നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ എല്ലാം ഒരു മേക്ക് ബിലീഫാണ്. പക്ഷെ ആ ഒരു ബിലീഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതുണ്ടാകാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നില്ല. ഇനി ഇതിന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതിലും കോമഡിയാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇൻട്രോയിൽ അടുക്കാറാവുമ്പോഴൊക്കെയാണ് പോലീസ് കണ്ടെത്തിയ പോലെ വലിയ കാര്യത്തിനൊക്കെയാണ് അത് കാണിക്കുന്നത്. പിന്നെ നിവിൻ പോളിയുടെ ക്യാരക്ടറുണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടർ ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഇത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. പിന്നീട് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായാണ് സംഗീത് പ്രതാപിന്റെയും ലിജോ മോളുടെയും ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിന് ഒരു മിസ്റ്ററി ഉള്ള പോലെ ആ രീതിയിലൊക്കെയാണ് ഇതിന്റെ ഇന്റർവൽ പോയിന്റ് വരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിന്റെ വൈഡാണ് ഇട്ടത്. അത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ വേണമല്ലോ. അതങ്ങനെ കൺവിൻസിങ് ആയിട്ടുള്ള വരുന്നത്. കാരണം അവർ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആർക്ക് മോശമാണ്, ക്യാരക്ടേഴ്സ് തന്നെ തീരെ കൺവിൻസിങ് അല്ല. ഇതിൽ കൊടുക്കുന്ന കാരണങ്ങളൊന്നും അത്ര പ്രോപ്പറായിട്ടല്ല രജിസ്റ്റർ ആവുന്നത്. അത് മാത്രമല്ല ഈ സംഗീത് പ്രതാപിന്റെയും ലിജോ മോളുടെയും ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ആ കുട്ടിയെ കാണാതായിട്ടുള്ള ഒരു ആ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു കുട്ടിയെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഒന്നും നമുക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും തോന്നുന്നില്ല. കാരണം പിന്നീട് അവിടേക്ക് ഇതൊരു ഡ്രാമയായി മാറുകയാണ്. കാരണം ഭർത്താവിന്റെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഭർത്താവ് ഉള്ളത്, ഒരു ഭാര്യയുടെ വിഷമം എന്നൊക്കെയുള്ള രീതിയിൽ പിന്നീട് ഇതൊരു സോപ്പ് ഒപ്പേറ, അതായത് ഒരു സീരിയലിന്റെ ജോണറിലേക്ക് മാറുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പടത്തിന്റെ തുടക്കത്തിൽ കുറേയേറെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നു, ചില ക്യാരക്ടേഴ്സ് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഫോർ ഷാഡോയിങ് അവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും ഈ സിനിമ അവസാനിക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഊഹിക്കാം. കാരണം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. കാരണം ഈ ബോബി സഞ്ജയ് ഇവർ ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്ന സിനിമയില്ല, അതിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പേരറിയാത്ത ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു, ആ രീതിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ. അതായത് എനിക്ക് തോന്നുന്നത് ട്രാഫിക് ഒക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലതായിരുന്നു. പക്ഷേ 2026 ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ വരിക എന്ന് പറയുന്നത്, അത് ഇതിനകത്ത് ടെക്നിക്കലി ഞാൻ പറയാം, സാം സിയസ് ആണ് ഇതിന്റെ മ്യൂസിക്. സാം സിയസിന്റെ മ്യൂസിക് തീരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിന്റെ ജോണർ ത്രില്ലറാണ്. നമുക്ക് ത്രില്ലടിപ്പിക്കാനുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വേണം. പക്ഷെ പുള്ളിയുടെ വർക്ക് ഇവിടെ ഇംപ്രസീവ് അല്ല. പിന്നെ ഫൈസ് സിദ്ദീഖ് എന്നുള്ളതാണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ക്യാമറ വർക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ആദ്യമായിട്ട് സിനിമ ചെയ്ത് പഠിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ എന്തോരം ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയും. കാരണം ടെക്നിക്കലി നല്ല രീതിയിൽ പടം ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ചത്താ പച്ച പടം മോശമാണെന്നുണ്ടെങ്കിലും അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ഗംഭീരമാണ്. അത്രയും ടെക്നിക്കലി ഗംഭീരമായിട്ടുള്ള പടങ്ങൾ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നിക്കലി നമുക്ക് നല്ലത് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ലാത്തൊരു സിനിമ, ആ സിനിമയായിട്ടാണ് എനിക്ക് ബേബി ഗേൾ ഫീൽ ചെയ്തത്. എങ്ങനെ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നു എന്നുള്ളത് അത്ഭുതം. കാരണം ജസ്റ്റ് ഒരു റിവ്യൂ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സൈഡിൽ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ലത് പറയണം. പക്ഷെ നല്ലത് പറയാനൊന്നും ഇല്ല.
ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളി, പുള്ളിക്ക് സ്ക്രീൻ ടൈം തന്നെ കുറവാണ്. ഇനി പെർഫോമൻസിൽ വൈസ് പുള്ളി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, പുള്ളി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. പിന്നെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഒട്ടും കൺവിൻസിങ് അല്ലാത്ത കുറേ കാര്യങ്ങളാണ്, ഇൻക്ലൂഡിങ് ക്ലൈമാക്സ്. പിന്നെ സംഗീത പ്രതാപുണ്ട്, പുള്ളിയുടെ പ്രോപ്പറായിട്ടല്ല ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അത് സ്ക്രീനിൽ വന്നപ്പോഴും ഒരു അമേച്ചറിഷ് ആ രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അഭിമന്യു തിലകനുണ്ട്, പുള്ളി കൊള്ളായിരുന്നു. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുള്ളി തിരക്കേടില്ല എന്ന് തോന്നി. ലിജോ മോളുണ്ട്, ലിജോ മോളും അത്യാവശ്യം തിരക്കേടില്ലായിരുന്നു. പിന്നെ ജാഫ്രഡിക്കും അടക്കം ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ അതിനകത്ത് സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഈ ആക്ടിങ് എന്നുള്ളൊരു സംഭവം കൊണ്ട് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒന്നും ഈ സിനിമയിൽ ഇല്ല. അതാണ് അതിന്റെ റിയാലിറ്റി. ഇനി പടം എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ 6 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. പക്ഷേ ഈ 2 മണിക്കൂർ 6 മിനിറ്റിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ആണെന്നുണ്ടെങ്കിലും, പിന്നെ ഇതിന്റെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, പിന്നെ ക്ലൈമാക്സ്, ഫൈനൽ ആക്ട് തുടങ്ങിയ ഒരു കാര്യങ്ങളൊന്നും നമ്മളെ തീരെ ഇംപ്രസ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം തൂങ്ങുന്ന രീതിയിലാണ് പല സംഭവങ്ങളും ഈ സിനിമയിൽ വന്നു പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം പെട്ടിയിലിരിക്കുന്ന പടങ്ങൾ ഉണ്ടാവുമല്ലോ, കുറെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും റിലീസ് ആവുന്നത്. ആ സിനിമയ്ക്ക് പോലും ഈ സിനിമയേക്കാൾ ക്വാളിറ്റി ഫീൽ ചെയ്യും. സത്യമാണ്. കാരണം ഈ സിനിമയിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും, ടെക്നിക്കൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും, സ്ക്രിപ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും, ഡയറക്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും എടുത്തു പറയാനില്ലാത്ത ഒരു സിനിമ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പോൾ 10/10 എല്ലാവരും റിവ്യൂസ് ഒക്കെ കൊടുക്കുന്നത്. അതായത് ഈ സിനിമയുടെ ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴത്തെ റേറ്റിംഗ് ഞാൻ ഈ റിവ്യൂ ഷൂട്ട് ചെയ്യുമ്പോൾ 9.9 ആണ്. അതാണ് ഈ സിനിമയിൽ എടുത്തു പറയത്തക്ക ഏറ്റവും നല്ലൊരു കാര്യം. 9.9 റേറ്റിംഗ് ബുക്ക് മൈ ഷോയിലുണ്ട്. സംഭവം ഇവർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പരിപ്പോടെയാണ്, പക്ഷെ ഇതില് പരിപ്പില്ലടേ. ഓക്കെ, പടത്തിന്റെ റിവ്യൂ എല്ലാം കഴിഞ്ഞു. ഇനി സിനിപോളിസിൽ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഓഫർ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ പേയ്മെന്റ് ചെയ്യുന്ന ക്രെഡ് എന്ന് പറയുന്ന ആപ്പ് വഴിയായിരിക്കും. ക്രെഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പാണ്, എനിക്ക് തോന്നുന്നു എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ ക്രെഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് തോന്നുന്നു 2.5-3 വർഷമായി എല്ലാ വെള്ളിയാഴ്ചയും അവരുടെ ഒരു റിവാർഡ്സ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ആ റിവാർഡ്സിൽ ലക്ക്, പ്യൂർലി ബേസ്ഡ് ഓൺ ലക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ടൈമിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ വൗച്ചേഴ്സ് കിട്ടും. എനിക്ക് JBL ഒരു ഹെഡ്സെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ JBL ഹെഡ്സെറ്റിനെ കുറിച്ചല്ല പറയാൻ വന്നത്. അപ്പോൾ ഇതിനകത്ത് സിനിപോളിസിന്റെ വൗച്ചേഴ്സ് അല്ലെങ്കിൽ PVRന്റെ വൗച്ചേഴ്സ് ഉണ്ടാവും. അതായത് 3000 കോയിൻസ് അല്ലെങ്കിൽ 4000 കോയിൻസ് ഒക്കെ ആയിരിക്കും ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 4000-3000 കോയിൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിപോളിസിന്റെ 100 റുപ്പീസ് ഒക്കെ കുറഞ്ഞു കിട്ടുന്ന ഒരു വൗച്ചർ ഉണ്ടാവും. യൂഷ്വലി ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ ഇതിന് വാലിഡിറ്റി ഉണ്ടാവും. കൂടുതലും ഒരാഴ്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ ഐമാക്സ് ടിക്കറ്റ്സ്, ഇപ്പോൾ എൻ്റെ ഐമാക്സിന്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൂടുതലും ഇത് ക്രെഡിന്റെ വൗച്ചേഴ്സാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് 1 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്ന വൗച്ചറായിരുന്നു ഞാൻ ബേബി ഗേളിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ PVR, സിനിപോളിസ് പോലുള്ള മൾട്ടിപ്ലക്സുകളിൽ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്രെഡിന്റെ ഈ വെള്ളിയാഴ്ചകളിൽ വരുന്ന വൗച്ചേഴ്സ് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഓൾറെഡി ക്രെഡിന്റെ വൗച്ചേഴ്സ് വന്ന് കിടപ്പുണ്ട്. സിനിപോളിസിന്റെ ആണ്. സിനിപോളിസിൽ ഈ സ്ക്രീൻ ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഐമാക്സിലേക്ക് വേണ്ടി മാത്രമേ ഇവിടെ വരാറുള്ളൂ. ബട്ട് സ്റ്റിൽ സിനിപോളിസ് ഒരു അപ്ഗ്രേഡിങ്ങിന്റെ ആ ഒരു ഇതിനകത്താണ്. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ സ്ക്രീൻസ് എല്ലാം അറ്റ്മോസും കാര്യങ്ങളൊക്കെ ആക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്രെഡിന്റെ ആപ്പ് ചെക്ക് ചെയ്യുക. നമുക്ക് 100 രൂപയ്ക്ക് 100 രൂപ, അത് കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ.